ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടു. അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ത്രയോസും പത്രോസും 2 സഹോദരന്മാരായിരുന്നു. അന്ത്രയോസിന് കർത്താവായ യേശുക്രിസ്തുവിനൊപ്പം ഒരു രാത്രി ചെലവഴിക്കാൻ അവസരം ലഭിച്ചു. അന്ത്രയോസ് യേശുവിനൊപ്പം ചെലവഴിച്ച രാത്രിയിൽ യേശുവിൻ്റെ വ്യക്തിത്വവും പ്രവർത്തനങ്ങളും കാണുകയും അവൻ മശീഹയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ക്രിസ്തുവിൽ അഭിഷിക്തനായ ഒരു വ്യക്തി തൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നതിനായി ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രത്യേക ജോലിക്കായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നു. അന്ത്രയോസ് ആ രാത്രി പഠിച്ചത് ആ സത്യമാണ്. പാപിയായ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. പാപിയായ മനുഷ്യന് ദൈവം നിശ്ചയിച്ച ശിക്ഷ നരകമാണ്. ഇത് വളരെ ഭയാനകമാണ്. ഈ ശിക്ഷയിൽ നിന്ന് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാൻ മനുഷ്യരാശിയുടെ പാപം വഹിക്കുകയും ക്രൂശിൽ ഏറ്റവും വേദനാജനകമായ മരണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിക്കുകയും ചെയ്തു. മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഈ അഭിഷിക്തനിൽ വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുക. അന്ത്രയോസ് യേശുക്രിസ്തുവിനോടൊപ്പം ഇരുന്ന് അവനെ അറിഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾക്കും സുവിശേഷ സത്യത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയട്ടെ. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ആമേൻ.